വിനുവിന്റെ പ്രതികരണം കേൾക്കാം. സമിതിയാണോ രൂപീകരിച്ചിരിക്കുന്നത്? അതെ അതെ അതെ. ഓക്കെ, ഇതിലിപ്പോ ഒരു വിശദീകരണം തേടുക എന്നുള്ളതാണോ? വിശദീകരണം തേടുക അതെന്താന്ന് വെച്ചാൽ വിശദീകരണം നമ്മൾ ആദ്യം വിശദീകരണമാണല്ലോ ചോദിക്കേണ്ടത്. കാരണം രണ്ടുപേരുടെയും ഇത് നമ്മളിപ്പോ വിൻസിയുടെ സൈഡിൽ നിന്ന് നമ്മൾ കേട്ടു, ഞാൻ പരാതി കണ്ടു. ഇനിയിപ്പം സൈഡിൽ നിന്ന് നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ട് വേണം ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഒരു സെക്കൻഡ് ഇതിപ്പോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ ഒരു വിശദീകരണവും കാര്യങ്ങളും അതിന്റെ എങ്ങനെയാണ് നടപടിക്രമം അനുസരിച്ചിട്ട് വളരെ വേഗം തന്നെ അത് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഷൈൻ ടോം ചാക്കോയെ കോൺടാക്ട് ചെയ്തിരുന്നോ? സംസാരിക്കാൻ പറ്റിയിരുന്നു? ഇല്ല, ഞാൻ സംസാരിച്ചിട്ടില്ല. ഇപ്പം ജസ്റ്റ് ഞാനൊരു ട്രാവലിലും ആണ്. ഇന്ന് രാവിലെയാണ് നമുക്ക് പരാതി വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്നലെ സംസാരിച്ചിരുന്നു, വിൻസിയോട് ഇന്നലെ സംസാരിച്ചിരുന്നു. കാരണം വിൻസി നമ്മുടെ മെമ്പർ അല്ലായിരുന്നു, പക്ഷേ എങ്കിലും നമ്മൾ അതിന്റെ കാര്യങ്ങൾ തന്നെ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു. പിന്നെ ഇന്നിപ്പം എന്റെ ആണ് പരാതി കിട്ടിയെന്ന് പറഞ്ഞ ഓഫീസിൽ. ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി അത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല. ഒന്ന് വായിച്ചിട്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു നടപടികളിലേക്ക് പോകും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രേഖാമൂലം എന്തായാലും വിശദീകരണം ആവശ്യപ്പെട്ടിട്ട് തുടർ നടപടി അല്ലേ? തീർച്ചയായിട്ടും വിശദീകരണം ആവശ്യപ്പെടണമല്ലോ. അതൊരു പ്രൊസീജിയർ ആണല്ലോ. നമുക്ക് ഒരാളുടെ ഒരു കാര്യം പറയുമ്പോൾ രണ്ട് സൈഡും നമുക്കറിയണം, കേൾക്കണമല്ലോ. ആ ചോദിച്ചിട്ട് എന്താന്ന് വെച്ചാൽ നടപടികളിലേക്ക് എല്ലാവരും തീരുമാനിച്ചിട്ട് അതിലേക്ക് പോകും. ഈ വിൻസിയുടെ പരാതിയിൽ നിന്ന് സംഘടനയ്ക്ക് ഒരു പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് എന്ത് തരത്തിലാണിത്? അല്ല, ഞാനിത് എക്സാക്ട്ലി ഞാൻ പറഞ്ഞില്ല, ഞാനത് വായിച്ചിട്ടില്ല. പരാതി ഒന്ന് വായിച്ചാലേ നമുക്ക് അതിന്റെ ഒരു വിശദാംശം പറയാൻ പറ്റുന്നുള്ളൂ. ഞാനിപ്പോ ഈ ട്രാവൽ ആയതുകൊണ്ട് ഞാനത് വായിച്ചിട്ടില്ല. ഞാൻ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ ട്രാവലായിരുന്നു. വിനു മോഹന്റെ പ്രതികരണമാണ്. 3 അംഗ സരയു, വിനു മോഹൻ എന്നിങ്ങനെ 3 പേരെയാണ് ഇപ്പോൾ അമ്മ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിൻസി അലോഷ്യസിന്റെ പരാതി പഠിക്കുവാനും അതനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാനും വേണ്ടിയുള്ള ശുപാർശയ്ക്ക് വേണ്ടി 3 അംഗ സമിതിയെ രൂപീകരിച്ചിരിക്കുകയാണ് അമ്മ.